എൻ്റെ പേര് മീനു സുനിൽ. ഞാൻ ആലപ്പുഴ രാമഗിരിയിൽ നിന്നാണ് വരുന്നത്. 2020 ഏപ്രിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. വിവാഹം നടന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും അതിനുശേഷം എനിക്ക് ഫിക്സ് സംബന്ധമായ അസുഖങ്ങൾ ആദ്യമായി ഉണ്ടാകുന്നത്. അന്നു മുതൽ തന്നെ എനിക്ക് ഫിക്സ് സംബന്ധമായ ഓരോ കോട്ടുകൾ, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പല പ്രാവശ്യമായിട്ടും എനിക്കിങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഫിക്സ് സംബന്ധമായ അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുമായിരുന്നു. എനിക്ക് എന്താ നടക്കുന്നതെന്ന് പോലും എനിക്കറിയാൻ മേല. എൻ്റെ വലത്തോട്ട് ചുണ്ടിൻ്റെ വലത്തോട്ട് ഭാഗത്തായിട്ട് എപ്പോഴും കോട്ട് പോലെ വരുമായിരുന്നു. ഹസ്ബൻഡും അമ്മയൊക്കെ വളരെയധികം പേടിച്ചിരുന്നു ഇതെന്താണെന്ന്. അതുപോലെ തന്നെ 1.5 വർഷത്തോളം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. 2022 ജൂൺ മാസമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഞരമ്പിൽ നിന്നുള്ള ഒരു ഇതാണെന്നാണ് പറഞ്ഞത്, മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു MRI ചെയ്യാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ MRI ചെയ്തു. MRI ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസമുണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മീനുവിൻ്റെ തലയിൽ ഒരു ചെറിയ മുഴ കാണപ്പെടുന്നുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് വളരെയധികം മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ആയിപ്പോയി. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അതിനുശേഷവും എനിക്ക് കോട്ട് പോലെ വീട്ടിൽ വെച്ചുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് 2022 ഡിസംബർ മാസം 14-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായി വെച്ചത് മാതാവേ, എൻ്റെ തലയിൽ ഒരു മുഴയുണ്ടെന്ന് ഡോക്ടർ പറയുകയും ഞാൻ എന്ത് ചെയ്യണം മാതാവേ, എൻ്റെ തലയിൽ മുഴയുണ്ടാകില്ലേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്കൊരു കുഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്തിരുന്നു. അതിനുശേഷം ഡിസംബർ മാസം ഞാൻ ഇവിടുന്ന് പോയി. അതോടൊപ്പം തന്നെ ജനുവരിയിലാണ് എനിക്ക് ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ ഡേറ്റ് തന്നത്. ഞങ്ങൾ ജനുവരി 13-ാം തീയതി വെള്ളിയാഴ്ച ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും 5 ദിവസം അവിടെ കിടക്കുകയും ചെയ്തു, ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തു. ഡോക്ടർമാരെല്ലാ ദിവസവും വന്ന് കൗൺസിലിങ്ങിന് വരുമായിരുന്നു. എല്ലാം MRI എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞിട്ടും ഡോക്ടർമാർ പറഞ്ഞു അയ്യോ, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, മീനുവിന് തലയിൽ മുഴയൊന്നും അങ്ങനെ കാണപ്പെടുന്നില്ലല്ലോ, ഈ MRIയിലൊന്നും കാണുന്നില്ലല്ലോ, ഇത് ചെയ്യണ്ട എന്നിങ്ങനെ പറഞ്ഞു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ 2023 ജനുവരിയിൽ 13-ാം തീയതി വീട്ടിൽ നിന്ന് അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരു കുഞ്ഞു കൊച്ചുണ്ട്, മൂത്ത ഒരാളുണ്ട് കയ്യിൽ. എന്ത് ചെയ്യണം മാതാവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചു. ദൈവമേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ മാതാവിൻ്റെ ഈ ബുക്കുമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഞാനും ഉണ്ട്, അമ്മയുണ്ട്. 5 ദിവസം അവിടെ കിടന്നു. 5 ദിവസം കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു മീനുവിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലോട്ട് പോയിക്കോളൂ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിനോട് ഞാൻ അവിടെ നിന്ന് ആ 10-ാം വാർഡിലാണ് ഞാൻ കിടന്നത്. അവിടെ നിന്ന് ഞാൻ കരഞ്ഞു സത്യം പറഞ്ഞാൽ. രാവിലെയും വൈകിട്ടും എല്ലാം ഞാൻ ഈ മാതാവിൻ്റെ ബുക്ക് എടുത്ത് വായിക്കുന്നു. മാതാവ് എനിക്ക് ഓപ്പറേഷൻ വേണ്ടായിരുന്നു മാതാവേ, ഞാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു മാറ്റം. പക്ഷെ ആ മാതാവിൻ്റെ രൂപത്തിൽ ഡോക്ടർമാർ പറഞ്ഞ വാക്കുകൾ വളരെയധികം ഞങ്ങളുടെ കുടുംബത്തിനെ വലിയൊരു എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്ത പ്രകാരം ഇവിടുന്ന് പോയതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്ത പ്രകാരം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു, 2ാമത്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആയ ഫിക്സ് എന്നുള്ള ഇതുള്ളത് കൊണ്ട് ചിലപ്പം കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഇത് സംഭവിക്കാൻ, മുന്തിമാന്യോ വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കുഴപ്പമില്ല, എന്നാലും ഒരു MRI കൂടെ ചെയ്യണം, കുട്ടി ഇപ്പം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ചെയ്താലും മതി, MRI ചെയ്താലും മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ കുട്ടി ഉണ്ടായി 2024 ഒക്ടോബറിൽ 26-ാം തീയതി കുട്ടി ഉണ്ടായതിന് ശേഷം നിങ്ങളൊരു MRI ചെയ്യണം എന്ന് ഞങ്ങളോട് ഡോക്ടർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ MRI ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പ്രഗ്നൻറ്റും കൂടെയൊക്കെ ആയത് കാരണം അതിന് ശേഷം
ചിലപ്പോൾ ഒരു മുഴയുണ്ടെന്നാണല്ലോ എൻ്റെ റിപ്പോർട്ടിൽ കിടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ചില മാറ്റങ്ങൾ മുഴ ചിലപ്പോൾ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ ഗൈനക്കോളജിസ്റ്റും പറഞ്ഞു ഞങ്ങൾ 100% ഉറപ്പൊന്നും തരുന്നില്ല മീനു, ഹസ്ബൻഡിനോടും പറയണം, ചിലപ്പോൾ കുട്ടിക്ക് 100% ഞങ്ങൾ ഉറപ്പ് നൽകത്തില്ല, കുട്ടിക്ക് ചിലപ്പോൾ ബുദ്ധിമാന്ദ്യമോ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞു. ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മീനു സാരമില്ല പോട്ടെ, ഡോക്ടർമാരങ്ങനെ പറയുന്നതായിരിക്കും, നമ്മളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കിപ്പം ഒരുപാട് കരയും വിഷമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ മാതാവിനെ എപ്പോഴും മാതാവാണ് അവിടം വരെ എത്തിച്ചു തന്നെ. ഞാൻ എല്ലാ ദിവസവും ഉച്ച സമയമൊക്കെ ആകുമ്പോഴും വൈകുന്നേരവും മാതാവിൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും മാതാവിൻ്റെ തൈലം പുരട്ടുകയും മാതാവിനെ മുറുകെ പിടിക്കുകയായിരുന്നു. മാതാവ് എന്നെ കൈവിടത്തില്ലെന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞു. ഞാൻ എന്ത് ചെയ്യും, അവർ ഒന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടി ഉണ്ടായതിന് ശേഷം ഞങ്ങൾ MRI സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ റിപ്പോർട്ടിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മുഴയോ മറ്റുള്ള ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് എന്തെങ്കിലും പ്രഗ്നൻസിയുടെ ഇതായതുകൊണ്ട് മരുന്ന് മെഡിസിൻസൊക്കെ കഴിക്കുന്നെന്ന് പറഞ്ഞാലും ചിലപ്പം അത് മുഴയുണ്ടാകാനോ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ചിലപ്പം സാധ്യതയേറെയാണ്. പക്ഷേ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. മാതാവ് എന്നെ കൈവിടത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കുട്ടി ഉണ്ടായതിന് ശേഷവും എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്താണ് ഈശ്വര ദൈവം എനിക്ക് ഇനി വിധിച്ചിരിക്കുന്ന വിധി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഇനി MRI ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്. എന്നെ ഒരുപാട് പേര് ആക്ഷേപിച്ചു, നിനക്ക് വയ്യാത്തത് കൊണ്ട് നീ എൻ്റെ ഒരു കുഞ്ഞുണ്ടായി എന്നൊക്കെ എന്നെ കളിയാക്കിയവരുണ്ട്. പക്ഷെ മാതാവ് എന്നെ കൈവിട്ടില്ല. മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്നു. കുഞ്ഞിന് ഇന്ന് ഒക്ടോബർ 26 കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. കൊച്ചിന് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല, ബുദ്ധിവൈകല്യമോ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് അവൾ പെരുമാറുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത്. മാതാവിനോട് ഈശോയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് പോയതിന് ശേഷം 2022 ഡിസംബർ 14 ഞാനിവിടെ വന്നിട്ട് പോയതിന് ശേഷം മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. മാതാവ് എന്നെ രക്ഷിക്കുമായിരുന്നു. ഒരു പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം കൃപാസനത്തിലെ പത്രങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പത്രങ്ങളൊക്കെ കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. സങ്കീർത്തനം 23 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല, അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. മീനു സുനിൽ തൻ്റെ രോഗാവസ്ഥയും വീണ്ടും പ്രഗ്നൻസിയിൽ ആകുമ്പോൾ ആ കുഞ്ഞിന് ഓൾറെഡി ഫിറ്റ്സിൻ്റെ മരുന്നൊക്കെ എടുക്കുന്ന മകളാണ്. അപ്പോൾ കുഞ്ഞിനും ബുദ്ധിമാന്ദ്യമോ അംഗവൈകല്യമോ ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെയാണ് നാം കേട്ടത്. എന്നാൽ തന്നെയും തൻ്റെ കുഞ്ഞിനെയും പരിശുദ്ധ അമ്മ എത്രത്തോളം സംരക്ഷിച്ചു. അമ്മയോട് ഉച്ച മുതലുള്ള സമയത്ത് ഈ പുസ്തകവും നെഞ്ചോട് ചേർത്ത് ഞാൻ അമ്മയെ വിളിക്കുമായിരുന്നു. ഉറക്കെ കരഞ്ഞ് അമ്മയോട് എൻ്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. ഈ ഒരു സംസാരം അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതായത് നാം പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അമ്മയോട് സംസാരിക്കുക, ഈശോയോട് സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നാം പറയുക, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 33 നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹിതനോട് എന്ന പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്ന് തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മകൾക്ക് ബലം ആയിട്ടുണ്ടായിരുന്നത് ഉടമ്പടിയാണ്. എനിക്ക് ഒന്നും വരില്ല, തൻ്റെ മുഴ പിന്നീട് തലയിലെ മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്, അത് പിന്നീട് അതിനൊരു സാഹചര്യം വരുന്നില്ല. ഡെലിവറിക്ക് ശേഷവും MRI എടുത്തു, അപ്പോഴും അവിടെ അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഇല്ല. അതുപോലെ കുഞ്ഞും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ തനിക്ക് ലഭിച്ചു. തന്നെ കളിയാക്കിയവരുടെ മുൻപിൽ തനിക്ക് തല ഉയർത്തി നിൽക്കുവാൻ ഈശോയും അമ്മയും തന്നെ സഹായിച്ചു.
അതൊക്കെയാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും കർത്താവിൻ്റെ കരമാണ് നാം പിടിച്ചിരിക്കുന്നതെന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുള്ളപ്പോൾ തമ്പുരാൻ നമ്മുടെ കൂടെ നടക്കുന്ന സാന്നിധ്യമാണെന്നാണ് സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.